ഹായ് ഫ്രണ്ട്സ്, ഇഷ്യൂസ് നോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബോ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ്. അതിനാവശ്യമായിട്ടുള്ളത് ഒരു അക്രിലിക് യാർണും അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഹുക്കും സിസേഴ്സും പിന്നെ ഒരു ചെറിയൊരു ബണ്ണുമാണ് ആവശ്യം. ആദ്യം നമുക്ക് ഒരു 35 ചെയിൻ ചെയ്ത് കൊടുക്കണം. അതിന് യാൺ എടുത്ത് സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം ഒരു 35 ചെയിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 2 3 4 5 6 7 8 9 32 33 34 35. നമ്മൾ 35 ചെയിൻ ചെയ്തു. ഇനി എക്സ്ട്രാ 2 ചെയിൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 2 എന്നിട്ട് 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് തേർഡ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാനായി യാൺ ഓവർ ചെയ്ത് തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ലൂപ്പ് ഫുൾ ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിവിടെ 1 2 3 ലൂപ്പ് കിട്ടി. വർക്കിംഗ് യാണിനെ ഈ ലൂപ്പിലൂടെ ഫുൾ 3 ലൂപ്പിലൂടെ എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കിട്ടി. ഇനി നമ്മൾ 35 ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ 35 ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. അഗെയിൻ നമുക്കൊരു 2 ചെയിൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ടേൺ ചെയ്യാം. ടേൺ ചെയ്ത് ഇനി ബാക്ക് ലൂപ്പിലാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത്. അതിനായി ബാക്ക് ലൂപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ യാൺ ഓവർ ചെയ്ത് ബാക്ക് ലൂപ്പിൽ ഇതിലൂടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ബാക്ക് ലൂപ്പിലൂടെ ലൂപ്പ് വലിച്ചെടുത്ത് ഇതിനാണ് ബാക്ക് ലൂപ്പിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. കംപ്ലീറ്റായി ബാക്ക് ലൂപ്പിൽ മാത്രം നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ഫുൾ ബാക്ക് ലൂപ്പിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെയിൻ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു ബോയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്ര മതിയാകും. നിങ്ങൾക്ക് ഇതുപോലെ വലിയ ബോയാണ് ആവശ്യമെങ്കിൽ എത്ര തിക്നെസ്സിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് 2 ചെയിൻ ആഡ് ചെയ്ത് ടേൺ ചെയ്ത് ബാക്ക് ലൂപ്പിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് വരാം. അപ്പം ഞാനിവിടെ ഇത് കട്ട് ചെയ്യാണ്. ഇനി നമ്മൾക്ക് ഇങ്ങനെ ഇതിപ്പോൾ 35 ചെയിനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ 25 ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന നൂല് നമുക്ക് ഹൈഡ് ചെയ്യാം. നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ലെങ്തി ആയിട്ടുള്ള ഇത് നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ ടൈ ചെയ്ത് ഉറപ്പിക്കാം. നമുക്കത് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്തിട്ട് ഒരു ബോയുടെ ഷേപ്പിൽ ഇങ്ങനെ പിടിച്ച് യാൺ വെച്ചൊന്ന് ചുറ്റി കൊടുക്കുക.
ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മുടെ 25 ഹാഫ് ഡബിൾ ക്രോഷ്യ വരുന്ന ചെയിൻ എടുത്ത് ഈ 35 ഡബിൾ ക്രോഷ്യയുടെ ആണ് നമ്മൾ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴത്തേക്ക് വരുന്നത് 25 ഡബിൾ ക്രോഷ്യയുടെ വരുന്നത്. നമ്മൾ അത് ഇതിലൂടെ ഇൻസേർട്ട് ചെയ്ത് ടൈ ചെയ്തെടുക്കാം. നമുക്കിത് വള്ളിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വെട്ടി കൊടുക്കാനും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ടൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. ഓക്കെ, ബൈ.